ഹായ് ഗൈസ്, ഓണം വരാൻ പോവാണ്. അപ്പോൾ പ്രിപ്പറേഷൻസ് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ തുടങ്ങി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ജ്വല്ലറീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ധാവണി സെറ്റിന് മാച്ചായി പോകുന്ന കുറച്ച് ജ്വല്ലറീസ് ആണ് വാങ്ങിയത്. ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് ആണ്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം സെയിം കളറാണ്, ഗ്രീൻ ആൻഡ് റെഡ് ആണ്. അതുപോലെ ഒരുപാട് ഹെവിയും അല്ല, ഒരുപാട് സിമ്പിളും അല്ല. പിന്നെ നോക്കി വന്നപ്പോൾ ഇതെല്ലാത്തിനും കൂടി സ്റ്റൈൽ ചെയ്യാം. ലൈക്ക് എത്നിക് ആയാലും വെസ്റ്റേൺ ആയാലൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കുറച്ച് സിമ്പിളായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ കഴുത്തിലിട്ടിട്ട് ഇത് കാണാണ്ടായിരുന്നില്ല. ഇതും ഒരു ഗ്രീൻ കളറുള്ളതുകൊണ്ട് നല്ല മാച്ച് ആയിരുന്നു. ഇതിന്റെ കൂടെ സ്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും. എനിക്കാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു തൃപ്തിയായില്ല. കാരണം എൻ്റെ കഴുത്തിൽ അത്ര എടുത്ത് കാണാനില്ലാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇറക്കി വെച്ചപ്പോൾ കുറച്ചും കൂടിയും രസം ഉണ്ടായിരുന്നു കാണാൻ. ദെൻ ദ ലാസ്റ്റ് വൺ, ഇത് ആക്ച്വലി ഞാൻ എന്തിനാ വാങ്ങിയെന്ന് ആലോചിക്കുന്നത്. കാരണം അത്രയും വലുതാണ്. ലൈക്ക് കല്യാണത്തിനൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ മാലകളൊക്കെ. അത്രയും വലുതാണ്. ഞാൻ ഇത്രയും വലിയ ജുമുക്കായോ അല്ലെങ്കിൽ ഇത്രയും വലിയ മാലയോ ഒന്നും ഇടാറില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെയൊക്കെ ഒന്ന് ഒരുങ്ങി അല്ല സ്റ്റൈൽ ചെയ്യുന്നത്. പിന്നെ വാങ്ങിയ സ്ഥിതിക്ക് ഇത് മൂന്നും ഒരുമിച്ചിട്ട് കാണാൻ എനിക്കൊരു ആഗ്രഹം. എന്തായാലും എല്ലാം കൂടി ഇട്ട് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അത്ര നേരം ഇട്ട് ഭംഗി നോക്കി നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ജ്വല്ലറി ഒന്നും ഇട്ട് പരിചയമില്ല. വല്ലപ്പോഴും ഇടുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ഇത് ഊരി മാറ്റുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വയ്യാണ്ടായി ഇതൊക്കെ ഊരി ഇട്ട് വന്നപ്പോഴേക്കും. എന്തായാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.